സ്വയം നീറ്റല്ലെങ്കിലും നാടിനെ നീറ്റാക്കാൻ ഇറങ്ങുന്ന ചില വ്യാജന്മാരുണ്ട്. സ്വാഭാവികം. അവരെ നമ്മൾ ചിലരെയൊക്കെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയും. മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ ചില ആളുകളാണ് കുറ്റവാളികളെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ പലരുടെയും അത്തരത്തിൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ മുഖംമൂടി അഴിഞ്ഞുവിടും നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുക്കം ഒരാളുടെ മുഖംമൂടി കൂടി ലൈവിൽ തന്നെ പൊളിഞ്ഞടുങ്ങുന്നു. ആ വാർത്തയിലേക്ക് ആദ്യം പോകുന്നത് എന്തുട്ടാണ് കാര്യം? സംഗതി ലൈവാണ് ബൈ. വേഗം വന്നോ, വേഗം വാടോ. ലഹരി ഉപയോഗിക്കുന്നവർ അറിയാതെ ലൈവ് സ്ട്രീമിൽ കൈതട്ടി താൻ ലഹരി ഉപയോഗിക്കുന്ന കാഴ്ച നാടാകെ കാണുകയായിരുന്നു. പിന്നാലെ UAE കേസായി. താൻ ഇത്രയ്ക്ക് മണ്ടനാണെന്ന് ഞാൻ കരുതിയില്ല. മുന്നിലിരുന്ന ലാപ്ടോപ്പ് ചതിച്ചതോടെയാണ് സോഷ്യൽ മീഡിയയിൽ മനുഷ്യാവകാശ പ്രവർത്തകരായി ചമയുന്ന അബ്ദുൽ ഹക്കീമിന്റെ പിന്നാമ്പുറ കാഴ്ചകൾ ലോകമറിഞ്ഞത്. UAE വെച്ച് ലഹരി മരുന്ന് ഉപയോഗിക്കുന്നതിനിടെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ കിക്കിൽ അറിയാതെ ഹക്കീമിന്റെ വിരലമർന്നു. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ലൈവ് സ്ട്രീമിംഗിലൂടെ പുറത്തു വന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി. എന്തായാലും നാട്ടുകാരുടെ എനിക്കൊരു നല്ല മതിപ്പായല്ലേ? സംശയമുണ്ടോ? ഈ നാടങ്ങട്ട് ഇളകി മറിഞ്ഞില്ലേ? പിന്നാലെ UAE നിന്ന് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഹക്കീമിനെ ഷാർജ പോലീസ് പിടികൂടിയെന്നാണ് വിവരം. ബംഗളൂരുവിൽ മലയാളികളെ കുടുക്കുന്ന ലഹരി മാഫിയക്കെതിരെ എന്റെ കാസറ്റ് എന്ന പേജിലൂടെ ചെയ്ത വീഡിയോയാണ് ഹക്കീമിനെ വൈറലാക്കിയത്. ലഹരിക്കും സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിനുമെതിരെയാണ് നിലകൊള്ളുന്നതെന്ന തരത്തിൽ വ്ലോഗിംഗ് നടത്തുന്ന ഹക്കീമിന് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ചെറുപ്പക്കാർ, നന്മയുടെ പാതയിൽ നാടിന്റെ യുവത്വം ചെറിയ പൊളിയായിരിക്കും മോനെ. ഭർത്താവിനെ കത്തിമുനയിൽ നിർത്തി ഭാര്യയുമായി സെൽഫി എടുക്കാൻ ശ്രമിച്ചതിനും കസ്റ്റഡിയിലെടുക്കവേ പോലീസ് ജീപ്പ് ആക്രമിച്ചതിനും ഇയാൾക്കെതിരെ കേസെടുത്തു. എന്തൊക്കെയാടാ ഈ കൊച്ചു കേരളത്തിൽ നടക്കണേ? കർണാടകയിലടക്കം സൈബർ കേസുകൾ വേറെയുമുണ്ട്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. സോഷ്യൽ മീഡിയ പേജിന്റെ കരുത്തിൽ സിനിമാ താരങ്ങളെ അടക്കം ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടിയതായും ഇയാൾക്കെതിരെ ആരോപണമുണ്ട്. വ്യക്തിപരമായി മറ്റുള്ളവരെ ഉപദേശിക്കാൻ നന്നാക്കാനും ഒരു യോഗ്യതയുമില്ലാത്ത ഇത്തരക്കാർ ചിലർ സ്വയം പ്രഖ്യാപന നന്മരമായി ഇൻഫ്ലുവൻസേഴ്സായി ഇൻസ്റ്റഗ്രാമിൽ അങ്ങ് വിലസുകയാണ്. എനിക്ക് നാണമില്ല കുഞ്ഞപ്പ. നാണം എന്ന് പറഞ്ഞ ഉൾപ്പ്. നമ്മുടെ വ്ളോഗിംഗ് ജീവിതത്തിലെ ഏറ്റവും അഡ്വഞ്ചറസ് ആയ ഒരു എപ്പിസോഡായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു.